എല്ലാവർക്കും നമസ്കാരം. രാഹുൽ മാക്കൂട്ടം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരിക്കുമോ എന്നുള്ളതാണ് ഇപ്പം എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, രാഹുൽ മാക്കൂട്ടം ഏതായാലും UDF, LDF, BJP മുന്നണി, ഈ മൂന്ന് മുന്നണിയാണല്ലോ ഇപ്പോൾ നിലവിൽ കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. ഈ മൂന്ന് മുന്നണിയിൽ നിന്നും രാഹുൽ മാക്കൂട്ടം മത്സരിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് പൊതുവായിട്ട് കണക്കാക്കപ്പെടുന്നത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു കാര്യമുള്ളൂ. കാരണം രാഹുൽ മാക്കൂട്ടം എന്നൊരു വ്യക്തിയെ ഒറ്റയ്ക്ക് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു വ്യക്തിയെ ഒതുക്കി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി മാത്രം ബദ്ധവൈരികളായ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആജന്മ ശത്രുക്കളെ പോലെ പ്രവർത്തിക്കുന്ന ഈ SSPക്കാരെ, സതീശനിസ്റ്റുകളും സംഘിസ്റ്റുകളും പിണറായിസ്റ്റുകളും ഒരുമിച്ച് കൂടി ആ ഒരു വ്യക്തിക്കെതിരെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഇവരുടെ സർവ്വസന്നാഹങ്ങൾ ഉപയോഗിച്ച്, അതുപോലെ തന്നെ ഈ സമൂഹത്തിലെ തന്നെ ചില ദുഷിച്ച സ്ത്രീകളെ കൂടി, അപൂർവം ചില ദുഷിച്ച സ്ത്രീകളെ കൂടി കൂടെ കൂട്ടിക്കൊണ്ട് അവരെ മുന്നണിയിൽ ഇറക്കിക്കൊണ്ട് ആ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇല്ലായ്മ ചെയ്യാനായിട്ട് മാസങ്ങളോളം കിടന്ന് പണിയെടുത്തിട്ടും ഇപ്പോൾ ഏറ്റവും അവസാനത്തെ സ്റ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് പറയാനുള്ളത്, ലോകത്തിലെ ഏറ്റവും വലിയൊരു കൊടും ക്രൂരനായ കുറ്റവാളിയെ പോലെ ഇവർ ചിത്രീകരിച്ച് അതിന് അത്തരത്തിലുള്ള പുകമറയെല്ലാം സൃഷ്ടിച്ചു കൊണ്ടുവന്നിരുന്നെങ്കിൽ പോലും സാധാരണ വെറും ഒരു പെറ്റി കേസിൻ്റെ പോലും ബലം ഇല്ല എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. കാരണം അങ്ങനെയാണ് ഇപ്പോൾ പൊതുസമൂഹം നേരത്തെ തന്നെ അത്തരം കാര്യങ്ങളിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഏകദേശം അതുപോലെ തന്നെയാണ് കോടതികൾ പോലും, ഉന്നത നീതിന്യായ കോടതികൾ പോലും ആ ഒരു നിഗമനങ്ങളിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇനിയിപ്പോൾ ആ വ്യക്തിയിലുള്ള ജനസമ്മതി, അത് ഇവരെ മൂന്ന് കൂട്ടരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉറക്കം കെടുത്തിയിട്ടുണ്ട്. കാരണം ആ ഒരു വ്യക്തിയെ ഈ രീതിയിൽ തേജോവധം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ വ്യക്തിക്ക് ഈ സമൂഹത്തിൽ നേരത്തെ എത്രമാത്രം ജനപിന്തുണയും എത്രമാത്രം ജനങ്ങളുടെ ഒരു സപ്പോർട്ടും സ്നേഹവും ഉണ്ടായിരുന്നു, അതിൻ്റെ ഏകദേശം ഒരു 4 മടങ്ങെങ്കിലും ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ കേരളത്തിൽ 140 മണ്ഡലങ്ങളിലും എവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും ഒറ്റയ്ക്ക് ജയിക്കാൻ തക്കവണ്ണം എന്ന രീതിയിലുള്ള ജനപിന്തുണ ആ ഒരു വ്യക്തി, ആ ഒരു ജനകീയ വ്യക്തിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. വേറെ ഇന്നിപ്പോൾ നിലവിലുള്ള ഒരൊറ്റ വ്യക്തിയും ഒരൊറ്റ രാഷ്ട്രീയ നേതാവിനും കേരളത്തിലുള്ള എത്ര വലിയ ഭരണാധികാരികൾക്ക് പോലും അത്രയും വലിയൊരു ജനപിന്തുണ ഇല്ല എന്നുള്ളത് അടിവരയിട്ട് പറയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ആർക്കും ഇനിയിപ്പോൾ ആ ഒരു വ്യക്തിയെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് ഒരു മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് നിലനിർത്തിക്കൊണ്ട് ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റുമെന്നും തോന്നുന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാക്കൂട്ടം പാലക്കാട് നിന്ന് മത്സരിക്കുമോ എന്നുള്ളതാണ് പൊതുസമൂഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യത്തിനകത്ത് എത്രയൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി, ജനങ്ങൾ ആ ഒരു വ്യക്തിയെ ഇതുപോലെ സ്നേഹിക്കുകയും ഇത്രമാത്രം അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന സ്ഥിതിക്ക് അദ്ദേഹത്തിന് ഒരിക്കലും പാലക്കാട്ടെ ജനങ്ങളെ മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് പാലക്കാട്ടെ ജനങ്ങളിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കണ്ണിലുണ്ണിയായി തന്നെ രാഹുൽ മാക്കൂട്ടം അടുത്ത തെരഞ്ഞെടുപ്പിൽ വരും. അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിലേക്കായി ശ്രീ രാഹുൽ മാക്കൂട്ടം. രാഹുൽ മാക്കൂട്ടത്തിൽ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യും. ഇത്രയും നാളും ഈ രാഹുൽ മാക്കൂട്ടത്തെ ചവിട്ടി പുറത്താക്കിക്കൊണ്ടിരുന്ന വ്യക്തികൾ ഇനിയിപ്പോൾ രാഹുൽ മാക്കൂട്ടത്തിനെ അങ്ങോട്ട് ചെന്ന് സഹായം തേടുന്ന ഒരു അവസ്ഥയിലേക്ക് വരും എന്നാണ് നമുക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജനസപ്പോർട്ടും ജനപിന്തുണയും തന്നെ. ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ രാഹുൽ മാക്കൂട്ടത്തെ നമ്മൾ പൊതുവെ ഒരു ആപ്തവാക്യം ഉണ്ടല്ലോ, അതായത് വിധിക്കപ്പെടാതിരിക്കാനായിട്ട് നിങ്ങൾ വിധിക്കാതിരിക്കുക
എന്നൊരു ആപ്തവാക്യം നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആപ്തവാക്യം ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് ഈ ഒരു സന്ദർഭത്തിൽ കേരളത്തിൻ്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ തന്നെ വി ഡി സതീശൻ ഈ രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലെയും മുൻപന്തിയിൽ തന്നെ നിന്നുകൊണ്ട് ആദ്യമേ അദ്ദേഹത്തിൻ്റെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെപ്പിക്കുന്നു, അതിനുശേഷം പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നു, അതിനുശേഷം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കുന്നു. ഈ 3 കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ചെറിയ നിങ്ങൾ ആരോപിച്ച ഒരു കുറ്റം എങ്കിലും ഉണ്ട് എന്ന് തെളിയിക്കാനും കൂടെ ഉള്ളൊരു ബാധ്യത ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവിന് ഉണ്ടായിരുന്നു. ഒരു കോൺഗ്രസിൻ്റെ നേതാവ് എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു പ്രതിപക്ഷ നേതാവ് കൂടിയാണ് അദ്ദേഹം. അപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ മൊത്തം ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ നേതാവാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത്. കേരള മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കേരളത്തിലെ മൊത്തം ജനങ്ങളുടെയും മുഖ്യമന്ത്രിയാണ് എന്ന് പറയുന്നത് പോലെ തന്നെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിൻ്റെ മാത്രം നേതാവല്ല, കേരളത്തിൻ്റെ മൊത്തം ജനങ്ങളുടെ പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ആ ഒരു കാര്യം അദ്ദേഹം അത് ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അദ്ദേഹം കാര്യം പറയുന്നുണ്ട്, എനിക്ക് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് ചെയ്യുന്നത്. ഈ ബോധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ബോധ്യമാണെന്നും കൂടെ കൂടി ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വമുണ്ട്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ തേജോവധം ചെയ്യാനും ആ ഒരു വ്യക്തിയെ ഇതേ രീതിയിൽ ടാർഗറ്റ് ചെയ്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഏറ്റവും അപഹാസ്യനാക്കി അശ്ലീലക്കാരനാക്കി നാണം കെടുത്തി നാറ്റിച്ചാനായിട്ട് രംഗപ്രവേശനം ചെയ്ത ഒരു സ്ത്രീയുണ്ട്. ഒരു യുവനടി എന്നുള്ളൊക്കെ ലേബൽ പതിപ്പിച്ചുകൊണ്ട് രംഗപ്രവേശനം ചെയ്ത ആ ഒരു സ്ത്രീ അന്ന് പറഞ്ഞിരുന്നത് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ മാനസപുത്രി എന്ന ഒരു ലേബലും കൂടെ കൂടി ചാർത്തിക്കൊണ്ടായിരുന്നു പബ്ലിക്കിന് മുമ്പിലേക്ക് വന്നിരുന്നത്. അത് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് തന്നെ ഒരു പരിധി വരെയെങ്കിലും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും നിലവിൽ നിൽക്കുന്നുണ്ട്. അതിനുശേഷം ഈ മാനസപുത്രി തന്നെ പറഞ്ഞിരുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് അവർ തന്നെ പാതിരാത്രി സമയങ്ങളിൽ പോലും ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അങ്ങോട്ട് വീഡിയോ കോളിൽ ബന്ധപ്പെടുകയും ഓഡിയോ കോളിൽ ബന്ധപ്പെടുകയും ചാറ്റ് ചെയ്യാൻ നിർബന്ധിക്കുകയും ടെലഗ്രാം സീക്രട്ട് ചാറ്റിൽ പോലും വരണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മെസ്സേജ് അയക്കുകയും ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ എവിഡൻസ് സഹിതം ഇപ്പം പബ്ലിക് ഡൊമൈനിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് ഒരു ശരിക്കും പറഞ്ഞ ഒരു പ്ലാനിങ്ങിൽ ആയിരുന്നു എന്നുള്ളത് പൊതുസമൂഹം ചിന്തിച്ചത് ഇപ്പോൾ വളരെ കറക്റ്റായിട്ട് വന്നിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിനോട് നമുക്ക് പറയാനുള്ളത്, താങ്കൾ ഈ രാഹുൽ മാങ്കൂട്ടത്തെ വിധിച്ചതും ഈ രീതിയിൽ ക്രൂശിച്ചതും താങ്കളുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ താങ്കൾക്ക് ആ ബോധ്യം താങ്കളുടെ കാര്യത്തിൽ ഉണ്ടോ എന്നുള്ളതും ഇവിടെ പൊതുസമൂഹം ചോദിക്കുന്നുണ്ട്. ആ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് മറ്റാരുമല്ല, കോൺഗ്രസ്സിലെ തന്നെ പതിറ്റാണ്ടുകളോളം പ്രവർത്തിച്ചിരുന്ന PS രാജേന്ദ്രപ്രസാദ് വെളിപ്പെടുത്തിയിരിക്കുന്ന ചില കാര്യങ്ങളും അതോടൊപ്പം തന്നെ താങ്കളാൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീ തന്നെ പൊതുസമൂഹത്തിലേക്ക് തുറന്നു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമാണ്. അത് വ്യക്തമായിട്ട് എവിഡൻസോട് കൂടിയാണ്. താങ്കളുടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന താരകേശൻ്റെ ഭാര്യയായിരുന്ന രാജി എന്ന സ്ത്രീ ഇത് പബ്ലിക് ഡൊമൈനിൽ തന്നെ അവർ വീഡിയോയിലൂടെ പൊതുസമൂഹത്തിനോട് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ട്. അങ്ങനെയാണ് എങ്കിൽ രാഹുൽ മാങ്കൂട്ടം ചെയ്ത തെറ്റാണ് എന്ന് താങ്കൾക്ക് ബോധ്യമുണ്ടെങ്കിൽ താങ്കൾ ചെയ്ത തെറ്റ് താങ്കൾക്ക് ബോധ്യം ഇല്ല എന്നൊരു ചോദ്യം മറുചോദ്യം അവിടെ വരുന്നില്ലേ? അതുകൊണ്ട് വി ഡി സതീശ, നീ കെ ദാമോദര മേനോന് ജനിച്ചാ പോരായിരുന്നു, പകരം എം വാസുദേവൻ പിള്ളയ്ക്ക് ജനിക്കണമായിരുന്നു. നമ്മുടെ MLA വി ഡി സതീശനില്ലേ, പരമനാറി, അവനിപ്പോഴല്ലേ MLA ഇത് കുന്നാറി. അവര് താരകൻ എന്നെ കെട്ടിയെന്ന് പറഞ്ഞുകൊണ്ടും എന്നെ ഇവ വേശ്യെന്ന് വിളിച്ച് ഈ കുണക്ക് എന്താ ചെയ്യാൻ എന്നെ വേശ്യെന്ന് വിളിക്കാൻ? ഇവൻ നേതാവ് അവിടെ മുമ്പ് ഉറങ്ങി പറൂര് വന്നിട്ട് വെടിവെപ്പല്ലാണ്ട് അവന്റെ കയ്യിലില്ല. സ്റ്റഡി അണ്ടർവോർ കീറി വന്നവനെ താരകനാണ് ഇവിടെ ഇരുത്തി പരിപ്പോടെ ചായയും കട്ടൻ ചായയും കൊടുത്ത് ഈ കുടിയനായി കഴിഞ്ഞപ്പോ അവൻ കൊള്ളൂലാത്തവനായി. ഇവനെന്തു മാനിയനെന്നാണ് പറയണ ഈ രമേശൻ കുറുപ്പ്. രമേശൻ കുറുപ്പ് പരമനാറി ചേറ്റ. അവനും പറഞ്ഞു ഇവര് രണ്ടേരും കൂടി എന്നെ കൊണ്ടുപോയിട്ട് നന്നായിട്ട് കളിച്ചു. ഇപ്പൊ അമ്മമാര് നല്ല മാന്യനായിട്ട് ആ താരകന്റെ കയ്യിലും കൊടുത്ത കുണ്ണകട്. അവനിപ്പോ വലിയ ആളാ, വീണ വലിയ
പറവൂര് കുറെ ഊളാച്ചി അരിയത്തികളുണ്ട്, നായരച്ചികൾ. ഇവിളൊക്കെയാണ് ഇവനെ പണ്ണാൻ കൊടുത്തുകൊണ്ടിരിക്കണത്. ഇവിളൊക്കെയാണ് പൊക്കി വെച്ചുകൊണ്ട് നടക്കണത്. എടാ നിനക്കൊക്കെ നാണൂലേടാ, നീയൊക്കെ എംഎൽഎ ഓഫീസിൽ കയറിയത് താരകം വഴിയല്ലേടാ കുണ്ണകളെ നീയൊക്കെ കയറിയത്. ഇപ്പൊ നീയൊക്കെ വലിയ ആളായി നാറികളെ. അപ്പൊ അവൻ കൊള്ളൂല, താരകം കൊള്ളൂലാത്തവൻ. അവൻ വെള്ളോടി. നീയൊക്കെ വെള്ളവും അടിക്കണത് പെണ്ണു കൊടുത്തതും ഉണ്ട്. എംഎൽഎയുടെ ഓഫീസിൽ പെണ്ണ് പിടിക്കണതും പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് പണ്ണണതും എല്ലാവർക്കും അറിയാടാ കുണ്ണകളെ കൂറന്മാരെ. അപ്പോൾ വി ഡി സതീശ, നീ താരകനുമൊപ്പം ആ പെണ്ണിന്റെ അടിപ്പാവാടയും കഴുകി അവളുടെ മറ്റേതും മണപ്പിച്ച് നടന്ന സമയത്ത് അപ്പം അവർ പരാതി കൊടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രം തെറ്റല്ലാണ്ടാവുന്നില്ലല്ലോ. കാരണം രാഹുൽ മാക്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നവരാരും വീഡിയോയിൽ വന്ന് പബ്ലിക് ഡൊമൈനിൽ അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നിട്ടില്ല. അവർ നിയമപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നീങ്ങിയിരിക്കുന്നു. ആ നിയമപരമായിട്ട് അവർ നീങ്ങിയിരിക്കുന്ന കാര്യങ്ങളിനകത്ത് രാഹുൽ മാക്കൂട്ടം തുടക്കം പോലെ പറഞ്ഞിരുന്നു, ഇവിടെ നിലനിൽക്കുന്ന നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഏകദേശം അത് തന്നെ കോടതിയും കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രാഹുൽ മാക്കൂട്ടം ചെയ്തതിനേക്കാളും വലിയ തെറ്റ് ചെയ്തതായിട്ട് താങ്കൾ തന്നെ ദുരുപയോഗം ചെയ്തിട്ടുള്ള സ്ത്രീ തന്നെ പരസ്യമായിട്ട് വന്ന് ഈ സോഷ്യൽ മീഡിയയിൽ പരസ്യമായിട്ട് വന്ന് പറഞ്ഞിരിക്കുന്ന വീഡിയോസ് ഇപ്പോൾ പുറത്തു കിടക്കുന്നു. ആ വീഡിയോസ് താങ്കളൊന്ന് കണ്ടിട്ട് അല്ലെങ്കിൽ താങ്കൾ അതിന് കൃത്യമായിട്ട് മറുപടി പറയാൻ ബാധ്യതയാണ്. കോൺഗ്രസ് പാർട്ടിയിൽ മാത്രമല്ല, ഇവിടെ കേരള സമൂഹത്തിനോടും മറുപടി പറയാൻ ബാധ്യത ഉള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, രാഹുൽ മാക്കൂട്ടത്തെ താങ്കൾ വിധിച്ചു, ഓക്കെ, നല്ലത് തന്നെ. പക്ഷെ താങ്കൾ വിധിക്കപ്പെട്ടു അവിടെ. അതുകൊണ്ടാണ് പറയുന്നത്, വിധിക്കപ്പെടാതിരിക്കാനായിട്ട് നിങ്ങൾ വിധിക്കാതിരിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ താങ്കൾ വിധിച്ച സ്ഥിതിക്ക് താങ്കളും വിധിക്കപ്പെടുക തന്നെ ചെയ്യണം. അത് ജനത്തിൻ്റെ മുമ്പിൽ താങ്കൾ ആ കാര്യം തുറന്ന് പറയണം. ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പം നിലവിൽ ഇവിടെ കിടന്ന് ഓടുന്നുണ്ട്. അത് താങ്കളുടെ ദീർഘകാലം ഓഫീസ് സെക്രട്ടറി ആയിരുന്ന താരകേശൻ്റെ ഭാര്യയായിരുന്ന രാജി എന്ന സ്ത്രീയാണ് അങ്ങനെ ഒരു വീഡിയോ അവർ തന്നെ സ്വയം പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. മറ്റാരുടെ പ്രേരണയാലോ അല്ലെ മറ്റൊരു ആളോ അല്ല ആ വീഡിയോ ചിത്രീകരിച്ച് വിട്ടിരിക്കുന്നത്. അവർ തന്നെയാണ് അങ്ങനെ ഒരു വീഡിയോ ചിത്രീകരിച്ച് വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് താങ്കൾ അതിന് കൃത്യമായിട്ടുള്ള മറുപടി ഈ പൊതുസമൂഹത്തിനോട്, പ്രത്യേകിച്ച് ലോകത്തുള്ള സകല മലയാളികളോടും പറയാനുള്ള ബാധ്യതയുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.